ഗവൺമെന്റ് ഇന്നേ വരെ സ്വീകരിച്ചിട്ടുള്ള അതിന്റെ അവസാനത്തെ എന്താ പറയുക രക്തസാക്ഷിയാണ് ഈ കുട്ടി. ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും വനം വകുപ്പിനും തന്നെയാണ്. ഇനിയും ഈ ദുരന്തങ്ങൾ തുടരും. ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ഖേദം പ്രകടിപ്പിക്കുകയും നഷ്ടപരിഹാരം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുമായി ഗവൺമെന്റ് തുടരുകയാണ്. അത് പോലീസ് അന്വേഷിക്കേണ്ട ഒരു വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ആ വിഷയത്തെ അങ്ങനെ തന്നെ പോലീസ് കാണേണ്ടതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. എത്ര മരണങ്ങൾ നിലമ്പൂരിലുണ്ടായി, കേരളത്തിലുണ്ടായി. 1000-ലധികം വന്യജീവി ആക്രമണങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടുവെന്ന് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിന്റെ നിയമസഭയിൽ വെച്ചതാണ്. യുദ്ധക്കളം പോലെയായിട്ട് മലയോര മേഖലകൾ മാറുകയാണ്. ആ സമയത്തുണ്ടാകുന്ന താൽക്കാലിക പ്രതിഷേധത്തിൽ ഒതുങ്ങുകയാണ്. ഇന്നലെ രാത്രി ടെലിവിഷനിൽ കണ്ടു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, സുഖമില്ലാതെ വൈകിട്ട് 7 മണിക്ക് മണ്ഡലത്തിൽ നിന്ന് മടങ്ങിയതാണ്. അവിടെയൊക്കെ ആര്യാടൻ ഷൗക്കത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയത് ആ പ്രതിഷേധം നമുക്ക് അത് ആശുപത്രി ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് പ്രതിഷേധങ്ങൾ വേണം. ആശുപത്രി റോഡ് തടസ്സപ്പെടുത്തിയിട്ടല്ല ഈ പ്രകടനപരത കാണിക്കേണ്ടത്. ഈ പറഞ്ഞ ആളുകളെയൊന്നും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പോരാട്ടം നടത്തി അവസാനം ജയിലിൽ പോകേണ്ടി വന്നത് ഈ കർഷകർക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. ഇന്നലെ അവിടെ നടത്തിയ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അത് ഈ സർക്കാരിനെ സഹായിക്കുന്ന നിലപാടാണ്. അദ്ദേഹം അതിന് മാപ്പ് പറയണം. കാരണം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നാ പറഞ്ഞത്. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം, അങ്ങനെ ഒരു സംഘർഷമേ കേരളത്തിലില്ല. ഏകപക്ഷീയമായിട്ട് മൃഗങ്ങൾ മനുഷ്യരെ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുകയാണ്. അതിനെ വന്യമൃഗ മനുഷ്യ സംഘർഷം എന്ന് ഒരു നിലക്കും പറയാൻ കഴിയില്ല. അത് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിക്കുന്ന സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ നിലപാടിനെ പിന്തുണക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഇനിയെങ്കിലും ഈ വന്യജീവി മനുഷ്യ സംഘർഷം എന്ന വാക്കുകൾ പൊതുപ്രവർത്തകർ ഒഴിവാക്കേണ്ടതാണ്. അത് ഈ സംഘർഷം മനുഷ്യരെ കൊന്ന് മലയോര മേഖലയിൽ നിന്ന് കുടിയിറങ്ങണം എന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ സഹായിക്കുന്ന നിലപാടാണ്. അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വനമന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട്, ഈ സംഭവം ഗൂഢാലോചനയുണ്ട്, ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വീണ് കിട്ടിയ അവസരമായിട്ടല്ല കാണുന്നത്, പകരം ഇത് ഉണ്ടാക്കിയെടുത്തൊരു അവസരമായിട്ടാണ് കാണുന്നത്. അതിൽ 2 കാര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ട ഒരു വിഷയമായിട്ട് ഞാനും കാണുന്നില്ല. പക്ഷെ മന്ത്രി പറഞ്ഞ ആ കാര്യം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ പോലീസും സൗകര്യങ്ങളും എല്ലാം ഉള്ളത് ഈ ഗവൺമെന്റിന്റെ കയ്യിലാണല്ലോ. അടിയന്തരമായി ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ല, അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ലെങ്കിൽ മന്ത്രി അതിന് മാപ്പ് പറയണം. മന്ത്രിയും അത് വോട്ടാക്കാൻ രാഷ്ട്രീയം കളിക്കുകയാണ്. എന്ത് ഗൂഢാലോചന? മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും കമ്പി വെക്കുമോ? അത് പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ചതാണോ എന്നുള്ളത് പരിശോധിക്കണം. അല്ല, വന്യമൃഗ ശല്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാണോ എന്ന് പരിശോധിക്കണം. ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സർക്കാർ ഇതിൽ ഇടപെടാത്തത് കൊണ്ടാണ്. നിരവധിയായ തവണ പറഞ്ഞ അടിക്കാടുകൾ എവിടെയും വെട്ടുന്നില്ല. ഈ പന്നി പെറ്റ് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം ഫോറസ്റ്റിൽ അടിക്കാടുകൾ വെട്ടുന്നില്ല. കർഷകർക്ക് 10 സെന്റ് ആണെങ്കിലും അരാക്കറാണെങ്കിലും അവർക്ക് കാട് വെട്ടാൻ കഴിയുന്ന കൃഷി ഉണ്ടാക്കുന്നില്ല. കൃഷി ഉണ്ടാകുമ്പോൾ തെളിഞ്ഞു നടക്കും. ഉണ്ടാക്കുന്ന കൃഷി മുഴുവൻ ഈ പന്നിയും ആനയും വന്ന് നശിപ്പിക്കുമ്പോൾ പിന്നെ കർഷകരെങ്ങനെ ജീവിക്കും? അപ്പോൾ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശം കൂടെ ഈ പറഞ്ഞതുപോലെ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറുകയാണ്. അതാ പറഞ്ഞത്, കേരളം ഒരു തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു. അതിനാണ് നടപടി വേണ്ടത്. അതിന് ഈ ഗവൺമെന്റിന് 5 പൈസ ചെലവാക്കാനില്ല. 3000 കോടി രൂപ ചെലവഴിച്ചാൽ കേരളത്തിലെ ഈ 1000-ഓളം കിലോമീറ്റർ വരുന്ന വനമേഖലയിൽ ഇന്റർനാഷണൽ ലെവലിൽ ഫെൻസിങ് സ്ഥാപിക്കാൻ സാധിക്കും. അതിന് 1 കിലോമീറ്ററിന് 2 ലക്ഷം 3 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. എവിടെ എത്തില്ല? 1 കോടി രൂപ വേണം ഇന്റർനാഷണൽ ലെവലിൽ. ഒരു ആനയും വരില്ല, ഒരു കാട്ടിയും വരില്ല, ഒരു മൃഗത്തിനും ക്രോസ് ചെയ്യാൻ കഴിയില്ല. അതിൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്, മാഗ്നറ്റിക് ഷോക്ക് ഉണ്ട്. ആനക്കൊന്നും അതിന്റെ പ്രദേശത്തേക്ക് അടുക്കാൻ കഴിയില്ല. കോടികൾ ചെലവഴിച്ച് തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ ഈ 489 പഞ്ചായത്തിലെ 1.5 കോടി ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഈ ഗവൺമെന്റ് നിറവേറ്റില്ല. ഇതാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം. അതാണ് നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, വന്യമൃഗ മനുഷ്യ സംഘർഷം എന്ന് പറയുന്ന സംഗതിയല്ല. മനുഷ്യരെ ഏകപക്ഷീയമായിട്ട് മൃഗങ്ങൾ ആക്രമിക്കുകയാണ്.
അത് പറയുന്നവർ അത് തിരുത്തണം, അത് ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്ന് പറയുമ്പോഴും എന്തായാലും ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെയല്ലേ? ഇങ്ങനെ വിഷയം വിവാദമാക്കരുതെന്ന് പറയുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെയല്ലേ? അല്ല, വിവാദമാക്കരുത് എന്നല്ല പറയുന്നത്, വിവാദമാണല്ലോ ഇത് ആൾറെഡി. അതിനെ ഗവൺമെന്റിന് സഹായകമായ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന വാക്ക് എന്താണ്? എന്ത് സംഘർഷം മനുഷ്യൻ നടത്തുന്നത്? ഒരു സംഘർഷം എന്ന് പറയുന്നത് രണ്ടു കൂട്ടർ തമ്മിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ ഫൈറ്റിങ്ങോ ആണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ലല്ലോ. ഇവിടെ ഏകപക്ഷീയമായിട്ട് മനുഷ്യനെ ആക്രമിക്കല്ലേ. ഇത് ആരുണ്ടാക്കിയതാണ്? കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ നരേഷാണ്. രാജ്യത്തിന്റെ പാർലമെന്റിൽ എപ്പോഴും ബില്ല് ചർച്ച ചെയ്യുമ്പോഴും പറയാ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നാ. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. അത് ഇതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്റ്റേറ്റ്മെന്റിന് അനുകൂലമായി അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ? അത്രയും പറഞ്ഞുള്ളൂ. എന്ത് പ്രതിഷേധം? ഇനി എങ്ങനെ പ്രതിഷേധിക്കാനാണ്? 3-4 വർഷമായില്ലേ നിത്യം പ്രതിഷേധിച്ച് ജയിലിൽ വരെ ഞാൻ പോയി. ഇനി ഇങ്ങനെ പറയാം, ആരോട് പറയാൻ? ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അവർക്കതിലേക്ക് തിരിഞ്ഞു നോക്കാനില്ലെങ്കിൽ ഞാൻ പടച്ചവനോട് പറയുന്നുണ്ട്, ഈ മനുഷ്യരെ പടച്ചവനെ നീ കാത്തു രക്ഷിക്കണം. അല്ലാതെ ഈ ഗവൺമെന്റ് കാത്തിട്ട് ഈ മനുഷ്യരെ രക്ഷപ്പെടില്ല. വനമന്ത്രി പാട്ട് പാടാൻ നടക്കില്ലേ? കൽപ്പറ്റയില് ഗീതയെ പുലി പിടിച്ച് അവിടെ തെരയുമ്പോ കോഴിക്കോട് കടപ്പുറത്ത് ഫാഷൻ ഷോയിൽ പാട്ടുമാണ് കേരളത്തിലെ ഫോറസ്റ്റ് മന്ത്രി. കണ്ടാണല്ലോ, റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോഴേ നീറോ ചക്രവർത്തിമാര് വീണ വായിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അത് നടത്തിയവനാണ് ഇവിടുത്തെ ഫോറസ്റ്റ് മന്ത്രി. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയും. അത്രേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ.